പ്രിയ കുടുംബാംഗങ്ങൾക്ക് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. 2 ദിവസം മുമ്പ് 2 ക്രിസ്ത്യൻ നഴ്സുമാർ ഒരേ സബ്ജക്റ്റിനെ കുറിച്ച് അവരുടെ മത നേതാക്കന്മാരെ കുറിച്ച് വിമർശനാത്മകമായിട്ട് എഴുതുകയുണ്ടായി, പറയുകയുണ്ടായി, വിവരിക്കുകയുണ്ടായി. അന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ധർമ്മത്തിലും നമ്മുടെ സംഘടനയിലും നമ്മുടെ പ്രസ്ഥാനത്തിലും നമ്മുടെ വീക്ഷണങ്ങളിലുമെല്ലാമുള്ള തെറ്റുകൾ പുറത്തു നിന്ന് ആരെങ്കിലും വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഫാസിസമാവും, ചിലപ്പോൾ വർഗീയമാവും, ചിലപ്പോൾ അസഹിഷ്ണുതയാകും. ഇങ്ങനെയെല്ലാം ഇപ്പോൾ സാധാരണ നടക്കുന്നുണ്ട്. എതിർ ചേരിയിലുള്ളവർക്ക് പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാകത്തിന് പലരും മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുന്നു, ക്രിസ്ത്യൻ ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുന്നു, ഏത് തരത്തിലും ഹൈന്ദവ ജനതയെ അവഹേളിക്കുന്നു. അത് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയ്ക്കുള്ള തിന്മകൾ മുസ്ലിങ്ങൾ തന്നെ കുറേയൊക്കെ മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ളത് കുറേ ക്രിസ്ത്യാനികളും, അതുപോലെ ഹിന്ദുക്കളുടെ ഇടയിൽ ഈ ബീഫിൻ്റെ പേരിൽ നടക്കുന്ന ആക്രമണവും അതിൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലും അവസാനം അതിൽ ചെന്ന് എത്തുന്ന ആ സംഭവം 2 or 3 യുവാക്കളുടെ ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ വീക്ഷണപരമായിട്ടുള്ള വൈരാഗ്യം എല്ലാം ചെന്നെത്തുന്നത് മരണത്തിലും കൊലപാതകത്തിലും ആണെങ്കിൽ ബീഫിൻ്റെ പേരിൽ ഇങ്ങനെ കൊലപാതകം നടക്കുക, ഇതെല്ലാം ഒരു കാരണവശാലും നടക്കാൻ പറ്റാത്തതാണെന്ന് ഹിന്ദുക്കൾ തന്നെ എതിർക്കുന്ന അവസ്ഥയുണ്ടാവാം. തീവ്രവാദത്തിനെതിരെ മുസ്ലിങ്ങളും മതപരിവർത്തനത്തിനും അല്ലാതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നടത്തുന്ന ക്രിസ്ത്യാനി നേതാക്കന്മാരെ ക്രിസ്ത്യാനികളും, ഹിന്ദുക്കളിലെ തെറ്റുകൾ ഹിന്ദുക്കളും, പിന്നെ തുറസായിട്ട് പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരും എല്ലാവരും കൂടി പ്രതികരിക്കുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന് ഏത് മതത്തിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഏത് പ്രസ്ഥാനത്തിലുള്ള വ്യക്തികളും നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ വീക്ഷണത്തിനും നമ്മുടെ ധർമ്മത്തിനും നമ്മുടെ നന്മയ്ക്ക് എല്ലാവരും ഒത്തുചേരുന്ന വിധത്തിൽ തെറ്റുകൾ തിരുത്തി ശരികൾ ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ നന്നായിരുന്നു. അപ്പോൾ ഞാൻ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രഭാഷണം ഹരി ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു തന്നതാണ്. എം.എൻ. കാരശ്ശേരിയുടെ വരികളാണ്. ഞാനൊരു പ്രഭാഷണം പണ്ട് നടത്തിയപ്പോൾ എം.എൻ. കാരശ്ശേരി ശക്തമായിട്ട് അതിനെ എതിർക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അതേ ശക്തിയോടുകൂടി തന്നെ വേറൊരു കാര്യം ഇപ്പോൾ പറയുന്നുണ്ട്. എനിക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പലപ്പോഴും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ആരെങ്കിലും എതിർക്കുന്നത് അവസാനം ഹിന്ദുക്കളെ എതിർക്കാൻ വേണ്ടിയിട്ടാണ്. ഹിന്ദുക്കളെ എതിർക്കാൻ ഒരു മേമ്പൊടി എന്ന രീതിയിൽ മുസ്ലിങ്ങളെ എതിർക്കാം. പക്ഷെ ആധികാരികമായിട്ട് എം.എൻ. കാരശ്ശേരിയുടെ ഫ്ലുവൻസി, വാക്കുകളിലെ ഫ്ലുവൻസി, ഇസ്ലാമിക വാക്കുകൾ എത്ര ഗംഭീരമായിട്ട് അദ്ദേഹം സ്പീഡായിട്ട് ചരിത്രപരമായിട്ടുള്ള വീക്ഷണത്തോടു കൂടി പറയുന്നത് നിങ്ങളത് ശ്രദ്ധിക്കണം. വളരെ നന്നായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും തെറ്റുകൾ അറിഞ്ഞ് തിരുത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വളരെയേറെ നമ്മളുടെ സമൂഹത്തിനും പ്രയോജനപ്പെടും. ജമാഅത്തെ ഇസ്ലാമിയും തീവ്രവാദവും, എം.എൻ. കാരശ്ശേരി, അതാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് അവതരണം എം.എൻ. കാരശ്ശേരി, അദ്ദേഹത്തിൻ്റെ ചിത്രവുമുണ്ട്. അജേഷ് കുമാർ കെ ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. കൺസെപ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ മുഹമ്മദ് അഷ്റഫ് ഷമ്മാസ് ജംഷർ. ഈ കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിസ്റ്റുകൾ, മുസ്ലിം തീവ്രവാദികൾ, ഇസ്ലാമിക് ടെററിസം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആക്രമണം നടക്കുന്നുണ്ട്. അതിപ്പോ അൽ ഖായിദ, താലിബാൻ, ബോക്കോ ഹറാം, ഇപ്പോ ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇത്തരത്തില് അനവധി സംഘടനകൾ വരെയുണ്ട്. ഞാനിപ്പോ എന്റെ പേര് പറയാത്തത് ആൾക്ക് അറിയാമെന്നുള്ളതാണ്. ഇവര് ചെയ്യുന്നൊരു പണി ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി ആയുധെടുക്കാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിന്റെ പിറകിലുള്ള 2-3 കാര്യങ്ങൾ. ഒന്ന്, ജനാധിപത്യത്തെ എതിർക്കുന്ന മുസ്ലിം ലോകത്തെ രാജാക്കന്മാരും പട്ടാളക്കാരും ഏകാധിപതികളും വാസ്തവത്തിൽ ഇതിന് അനുകൂല. കാരണം ജനാധിപത്യത്തെ എതിർക്കുന്ന ഒരു ഇസ്ലാമിക സിദ്ധാന്തം അവർക്ക് ആവശ്യമുണ്ട്. പിന്നെ ഈ തരത്തിലുള്ള കലഹങ്ങളും യുദ്ധങ്ങളും കൊണ്ട് ആവശ്യമുള്ള വേറൊരു കൂട്ടര് അമേരിക്ക എന്ന് പറയുന്നത് യുദ്ധം കൊണ്ട് ജീവിക്കുന്ന രാജ്യമാണ്. മറ്റുള്ളവർ കലഹിച്ചാൽ മാത്രമേ അവന്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമായ ആയുധങ്ങൾ ചെലവാകൂ.
വേറെ ഒന്ന് ഈ ഇസ്ലാമിസം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. അതിപ്പോ പുതിയ കാലത്താണെങ്കിൽ 20കളിൽ ഈജിപ്തിൽ ആരംഭിച്ച ഹസനുൽ ബന്നയുടെ ഇഖ്വാനുൽ മുസ്ലിമൂൻ, മുസ്ലിം ബ്രദർഹുഡ് എന്നുള്ള പ്രസ്ഥാനം, 40കളിൽ അവിഭക്ത ഇന്ത്യയിൽ ആരംഭിച്ച ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പ്രസ്ഥാനം, ഇവരൊക്കെ പറയുന്ന ഒറ്റ ഒന്നാണ്. അതെന്താ വെച്ചാൽ അത് മനസ്സിലാക്കാൻ വളരെ ലളിതമാണ്, അതിന്റെ ആശയം വളരെ ലളിതമാണ്. എന്താന്ന് വിചാരിച്ചാല് ഒരു മുസ്ലിമിന്റെ കടമ മതം പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളുമായി ജീവിക്കുക, അതിന്റെ മൂല്യങ്ങളുമായി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ജീവിക്കണമെങ്കിൽ ഇസ്ലാമിക ഭരണം, ഖുർആനും ഹദീസും അനുസരിച്ച് ഉള്ള ഭരണം നടപ്പാവണം. ആ തരം ഭരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ ആ ഭരണം സ്ഥാപിക്കാൻ വേണ്ടി പോരാടുക, അതില് കൊല്ലണമെങ്കിൽ കൊല്ലുക, മരിക്കണമെങ്കിൽ മരിക്കുക. എന്താ കാര്യം? അതാണ് നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ പ്രീതി നേടാനുള്ള വഴി എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഈ ഹസനുൽ ബന്നയുടെ സിദ്ധാന്തവും അബുൽ കലാം മൗദൂദിയുടെ സിദ്ധാന്തവും എല്ലാം ഒറ്റ ഒന്നാണ്. ഈ സിദ്ധാന്തങ്ങളുടെ പിന്തുണക്കാരനായ ഖവാവി എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ ജമാഅത്തെ ഇസ്ലാമിയാണ് ബ്രദർഹുഡ്, ഇന്ത്യയിലെ ബ്രദർഹുഡാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് തന്നെ ആയിരുന്നു 18ാം നൂറ്റാണ്ടില് സൗദി അറേബ്യയിൽ പിറവി കൊണ്ട മോഹിദൂൻ എന്നുള്ള ഏകതാവാദികൾ എന്നുള്ള പേരിൽ പ്രവർത്തിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സിദ്ധാന്തം. അവിടുത്തെ ഇന്ന് രാജ്യം ഭരിക്കുന്ന സഊദികളുടെ മുൻമുറക്കാര് അവരുമായിട്ട് യോജിച്ചു. അങ്ങനെ അവിടെ വാളുകൊണ്ട് ആണ് വാസ്തവത്തിൽ ഇന്നത്തെ സൗദി ഗവൺമെന്റിന്റെ ആദ്യത്തെ ചെറിയ ഒരു ഭരണകൂടം എന്നുള്ളത് ഒരു വലിയ ഭരണകൂടമായിട്ട് വ്യാപിച്ചത്. അപ്പോ ഇതില് ഇവർക്ക് സിദ്ധാന്തം എന്താണ് എന്ന് ചോദിച്ചാല് യുദ്ധം കൊണ്ട്, വാളുകൊണ്ട്, അക്രമം കൊണ്ട്, ഹിംസ കൊണ്ട് ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുക എന്ന് തന്നെയാണ് അതിന്റെ ലക്ഷ്യം. നമ്മള് ഇന്ത്യയിലെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, അബുൽ കലാം മൗദൂദി പൊതുരംഗത്ത് വരുന്നത് 1919 ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെയാണ്. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം ജനാധിപത്യ വിരുദ്ധ ഒരു പ്രസ്ഥാനമായിരുന്നു. അത് പരാജയപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇസ്ലാമിക ഖിലാഫത്ത് സ്വന്തമായി സ്ഥാപിക്കാനുള്ള സിദ്ധാന്തമായിട്ടാണ് അദ്ദേഹം വന്നത്. അത് അവിഭക്ത ഇന്ത്യയിൽ അതിന് ഒരു ചാൻസ് കിട്ടുന്നതിന് മുൻപേ ഇന്ത്യ വിഭജിച്ചു, പാകിസ്ഥാനിലേക്ക് പോയി മൗദൂദി. അപ്പോ ഈ കഴിഞ്ഞ 60 കൊല്ലക്കാലം പാകിസ്ഥാനിൽ ആ രാജ്യത്തിന് സമാധാനം കൊടുക്കാതിരുന്ന പ്രധാനപ്പെട്ട സിദ്ധാന്തം മൗദൂദിസം. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല് 1953 അവിടെ അഹമ്മദി വിരുദ്ധ കലാപമുണ്ടായി. അഹമ്മദികൾ അമുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവരെ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണം എന്നായിരുന്നു ഈ കലാപത്തിന്റെ താല്പര്യം. എത്രയോ 1000 ആളുകൾ മരിച്ചു. മൗദൂദിയെ അന്ന് പഞ്ചാബിലെ സൈനിക കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു 53. അപ്പൊ അന്ന് വലിയ ബഹളുണ്ടായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ മൗദൂദിയെ തൂക്കിക്കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ, കാരണം അദ്ദേഹത്തിന്റെ ഖാദിയാനി മസ്അല എന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ മൗദൂദിയെ തൂക്കിക്കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ, കാരണം അദ്ദേഹത്തിന്റെ ഖാദിയാനി മസ്അല എന്നുള്ള ഗ്രന്ഥമാണ്, ചെറിയ പുസ്തകം. അത് ഈ പുസ്തകമാണ് കലാപത്തിന് കാരണമായി തീർന്നത് എന്ന് കോടതി കണ്ടെത്തി. അതിനുവേണ്ടി രൂപീകരിച്ച ജസ്റ്റിസ് മുനീറിന്റെ, അവിടുത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന മുനീറിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അത് കണ്ടെത്തിയിട്ടുണ്ട്. മുനീർ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് കിട്ടുന്നതാണ്. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് മൗദൂദിയുടെ വധശിക്ഷ ജീവപര്യന്തമായി മാറ്റി 2 കൊല്ലം കഴിഞ്ഞ് 50 അദ്ദേഹത്തെ വിട്ടയച്ചു. 79 അദ്ദേഹം മരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഇടയ്ക്കാണ് ബംഗ്ലാദേശില് വിമോചന സമരം ഉണ്ടാകുന്നത്. 71 അന്ന് അവിടെ പാകിസ്ഥാൻ വാദത്തിന്റെ കൂടെ ബംഗ്ലാദേശിലെ ജമാഅത്തുകാര് പ്രവർത്തിക്കാൻ പട്ടാളത്തിന്റെ കൂടെ വിമോചന പോരാളികൾക്കെതിരായിട്ട് പൊരുതിയതിന്
എത്രയോ ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, തൂക്കിക്കൊല്ലപ്പെട്ടിട്ടുണ്ട്, തടവിന് വിധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇവർ അക്രമം കാണിക്കോ എന്ന് ചോദിച്ചാൽ അക്രമം കാണിക്കും, അതിന് സൗകര്യം കിട്ടിയാൽ. ഇപ്പൊ കേരളത്തില് ജമാഅത്തെ ഇസ്ലാമി അക്രമത്തിന് വേണ്ടി വാളെടുത്തതോ തോക്കെടുത്തതോ നമുക്കറിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഇന്ന് മതത്തിന്റെ പേരിൽ അക്രമം കാണിക്കുന്ന ഇവിടുത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് സിമിയാണ്. സിമി എന്ന് പറയുന്നത് മൗദൂദിസ്റ്റുകളാണ്, താത്വികമായി ജമാഅത്തെ ഇസ്ലാമിയാണത്. അതിന്റെ രൂപാന്തരമാണ് പിന്നീട് വന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, പിന്നെ വന്ന NDF, പിന്നെ SDPI. ഇതൊക്കെ പേര് മാറ്റി കളിക്കുന്ന എന്നുവെച്ചാല് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട്, നമുക്ക് കാര്യം പിടികിട്ടായിരിക്കാൻ വേണ്ടിട്ട്. അപ്പോ അവര് മൗദൂദിസ്റ്റുകളാണ്. അപ്പോ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മൗദൂദി സ്ഥാപിച്ച, മൗദൂദി അമീറായിരുന്ന പ്രസ്ഥാനത്തിന്റെ നേർക്കുള്ള പ്രവർത്തകര് ഇവിടെ ആയുധമെടുത്തില്ല എന്നുള്ളത് ശരിയാണെങ്കിലും ആയുധമെടുക്കുന്നതിനേക്കാൾ അപകടമാണ് ആയുധമെടുക്കാം എന്നുള്ള ആശയം. ആ ആശയമാണ് അവർക്കുള്ളത്. മൗദൂദിയുടെ ജിഹാദ് ഫിൽ ഇസ്ലാം എന്നുള്ള പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിച്ചിട്ടുണ്ട്. അതില് ഇതാണ്, ഈ അപകടമാണ്. അതായത് ഒരു മുസ്ലിമിന്റെ കടമ ഭരണം സ്ഥാപിക്കുകയാണ്, ഇസ്ലാമിക ഭരണ സ്ഥാപനമാണ്, അല്ലാതെ മുസ്ലിമായിട്ട് ധാർമ്മികമായി ജീവിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ജീവിതം, ധാർമ്മികമായ ജീവിതം അസംബന്ധമാണ്. അത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാല് വായുവിൽ സൃഷ്ടിച്ച വീട് പോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്നുള്ള പുസ്തകത്തിൽ മതേതരത്വം, ജനാധിപത്യം, ദേശീയത, ഈ 3 ആശയത്തെയും എതിർക്കുന്ന അത്യപകടകരമായ ഒരു സിദ്ധാന്തമാണ് മൗദൂദി കൊണ്ടുവന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനാണ്. യാതൊരു തരത്തിലുള്ള മതചിന്തയല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം മതചിന്തകനല്ല, അദ്ദേഹം രാഷ്ട്രീയ ചിന്തകനാണ്. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനിലെ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാൻ ഒരു ചർച്ചയിൽ ചാടി എണീറ്റിട്ട് തന്റെ സ്വന്തം കസേര അടിച്ച് പറയുന്നുണ്ട്, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനാണ്. യാതൊരു തരത്തിലുള്ള മതചിന്തയല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം മതചിന്തകനല്ല, അദ്ദേഹം രാഷ്ട്രീയ ചിന്തകനാണ്. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനിലെ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാൻ ഒരു ചർച്ചയിൽ ചാടി എണീറ്റിട്ട് തന്റെ സ്വന്തം കസേര അടിച്ച് പറയുന്നുണ്ട്, ആ മുല്ലയ്ക്ക് വേണ്ടത് ഈ കസേരയാണ്. അപ്പോ ഒരു മതപുരോഹിതൻ ഭരിക്കുന്ന രാഷ്ട്രം, അതാണ് മൗദൂദി സങ്കല്പത്തിലുള്ളത്. അതുകൊണ്ടാണ് 79 ഇറാനിൽ പൗരോഹിത്യം ആധിപത്യമേറ്റപ്പോ മൗദൂദികൾ അതിനെ അംഗീകരിച്ചത്. അതുകൊണ്ട് ഇന്നിപ്പോ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം അല്ല. ഞാൻ ഇവരോട് ചോദിക്കട്ടെ, താലിബാൻ മലാല യൂസുഫ്സായി എന്നൊരു പെൺകുട്ടിയെ വെടിവെച്ചു. ഭാഗ്യത്തിന് ആ കുട്ടി ബാക്കിയായി. ആ കുട്ടി ചെയ്ത തെറ്റെന്താണ്? പെൺകുട്ടികൾക്ക് അക്ഷരാഭ്യാസത്തിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞതാ, വെറും ചെയ്തിട്ടില്ല. ബ്ലോഗ് എഴുതിയതാ, വെറും ചെയ്തിട്ടില്ല. ആ മലാല യൂസുഫ്സായിയെ വെടിവെച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഈ കോഴിക്കോട്ട് എന്തിനാണ് പുസ്തകം ഇറക്കിയെന്ന് നമ്മൾ ആലോചിക്കണം. മലാല ഒരു പുനർവായന എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് തന്നെ ഞാൻ ഓർമ്മിക്കുന്നത്. ഇപ്പോ അവര് പറയുന്നത് ഇസ്ലാമിനെതിരായിട്ട് പ്രചാരവേലയ്ക്ക് മലാല ഉപകാരപ്പെടുന്ന. മലാല ഉപകാരപ്പെടില്ലല്ലോ. മലാല പറയുന്നതാണ് ഇസ്ലാം, താലിബാൻ പറയുന്നതല്ല. അക്ഷരാഭ്യാസത്തിന് പെൺകുട്ടികൾക്ക് അവകാശമുണ്ട് എന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ തീവ്രവാദത്തിന്റെ കൂടെ ഒരു നിൽക്കുമല്ലേ എന്നുള്ളൊരു തെളിവാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ചേകനൂർ മൗലവിയെ ശ്വാസം മുടിച്ചു കൊന്നത് തീവ്രവാദമാണല്ലോ. 19 കൊല്ലം ആ കേസ് നടന്നു. 19ാമത്തെ കൊല്ലം ആ കേസിൽ 36 സാക്ഷികളിൽ 34 പേര് കൂറുമാറിക്കൊണ്ട് എല്ലാവരെയും ശിക്ഷിക്കാൻ പറ്റിയില്ല. ഒരാൾക്കാണ് ഇരട്ട ജീവനെന്ന് കൊടുത്തത്. അത് തന്നെ ഇപ്പൊ അപ്പീലിൽ നടക്കുകയാണ് കേസ്. മുസ്ലിമിന്റെ ബാധ്യത മതരാഷ്ട്രം സ്ഥാപിക്കുകയാണ് എന്നും അതിനുവേണ്ടി മരിക്കാനും കൊല്ലാനും തയ്യാറാവുകയാണ് വേണ്ടത് എന്നും പറഞ്ഞാൽ പേരെന്താ ഭീകരവാദം എന്ന് പറയുന്നത്? അതിനപ്പുറത്ത് എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇപ്പോ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ കഴിയാത്ത മട്ടിൽ വന്നപ്പോ അവരൊരു തട്ടിപ്പ് നടത്തുകയാണ്. അത് ഇസ്ലാം അല്ല എന്ന് പറഞ്ഞിട്ട്. അത് ഇസ്ലാമാണെന്ന് അവര് പറയുന്നുണ്ട്. അപ്പൊ പറയാണ് അത് യഹൂദന്മാരാണ് എന്നാണ് ഒരു കാലത്ത് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇത് പറയുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞത് അവസാനിപ്പിക്കാം. എന്താ വെച്ചാല് ഈ ഇറാഖില് ഷിയ ഭരണത്തിനെതിരായിട്ട് ഉള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആദ്യം ഉയർന്നു വന്നത്. അന്ന് സുന്നി ഭീകരന്മാർ എന്ന് മലയാള പത്രങ്ങൾ എഴുതിയപ്പോ ഇവിടെ വലിയ എതിർപ്പായിരുന്നു. സുന്നി വിമതന്മാരെന്നേ പറയാൻ പാടുള്ളൂ. അങ്ങനെ മാതൃഭൂമി മനോരമയൊക്കെ സുന്നി വിമതന്മാരെന്നാക്കി. അപ്പൊ അത് സിറിയയിലേക്ക് പോയി. അവിടെയും ഷിയാക്കൾക്കെതിരായിട്ടാണ്.
പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോ ഈ അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്വയം പ്രഖ്യാപിത ഖലീഫ പറഞ്ഞു, ഞങ്ങള് സൗദി അറേബ്യ ആക്രമിക്കും എന്ന്. അപ്പോഴാണ് സൗദി അറേബ്യ പറയുന്നത് ഇവര് ഭീകരന്മാരാണ്. അപ്പോഴാണ് സൗദി അറേബ്യ ഭീകരന്മാരാണല്ലോ. അപ്പോഴാണ് ഇതൊക്കെ തള്ളിപ്പറയാനിടയായത്. എന്ന് വെച്ചാല് 18-ാം നൂറ്റാണ്ടില് സെലഫികൾ എന്താണോ കാണിച്ചത്, 20-ാം നൂറ്റാണ്ടില് ബ്രദർ അത് അതിന്റെ കൂടെ നിൽക്കാൻ പ്രയാസം വന്നതാ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. സെലഫികള്, അതായത് വഹാബികൾ എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന കൂട്ടര്, സൗദി അറേബ്യയിൽ തകർത്ത ഒരു സാധനം മുഹമ്മദ് നബി ജനിച്ചു വളർന്ന വീടാണ്. അപ്പൊ ആലോചിച്ചു, മുഹമ്മദ് നബി ജനിച്ചു വളർന്ന വീട് നിങ്ങൾ ചെന്നാല് മക്കയിൽ കാണാനില്ല. അവിടെ അവര് ഒരു മക്തബ, അതായത് ഒരു ഗ്രന്ഥാലയം പണിതിരിക്കുകയാണ്. ആ തരത്തിൽ ഇവർക്ക് എന്തൊക്കെ തകർക്കണോ അത് മുഴുവൻ തകർക്കുക. ഇപ്പോ ഇസ്ലാമിക് സ്റ്റേറ്റുകാര് റിഫായി ഷെയ്ഖിന്റെ മക്ബറ തകർത്തു, ഇമാം നവവിയുടെ മക്ബറ തകർത്തു. നോക്കിയാൽ മനസ്സിലാവും അതിന്റെ കടിയില് സെലഫിസമാണുള്ളത് എന്ന്. അതുകൊണ്ട് ഈ സെലഫികളും ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഈ ബ്രദർഹുഡുകാരും എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ ഏറ്റവും മാരകവും ഭീകരവുമായ മുഖമാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ നമ്മൾ കാണുന്നത്.